നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു 1 by 1 ആയിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. നമുക്ക് എക്സൽ ഷീറ്റ് വഴി എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ സമയത്താണ് നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ അറ്റ് എ ടൈമിലുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എക്സൽ ഷീറ്റ് അപ്ലോഡ് എന്ന് പറയും. അതിന് നമുക്ക് ഇതുപോലെ എക്സൽ ഷീറ്റുകൾ തയ്യാറാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു എക്സൽ ഷീറ്റിൻ്റെ ടെംപ്ലേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതൊരു പ്രത്യേക ടെംപ്ലേറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ തോന്നുന്ന പോലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയല്ല. ഒരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന് നിശ്ചിതമായ ഫോർമാറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കേട്ടോ, ഈ ഒരു ഹെഡർ കണ്ടില്ലേ? അപ്പോൾ അത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഒരു കണ്ടിന്യൂസ് നമ്പർ ഇടുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊഡക്റ്റിൻ്റെ പേരിടുക. കാറ്റഗറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാറ്റഗറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, 1, 2 എന്നുള്ള നമ്പറിലേക്ക്. ഇപ്പോൾ ഇതെല്ലാം കാറ്റഗറി 1-ലാണ്. പിന്നെ ഈ പച്ച കാണുന്നൊന്നും കമ്പൽസറി അല്ല, നിർബന്ധമില്ല. അത് ഫില്ല് ചെയ്യണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഈ ചുമല കാണുന്നതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ പർച്ചേസ് പ്രൈസ് ഇട്ടു. ഞാൻ ചുമ്മാ 2 രൂപ എന്നിട്ടാണ് എത്രയെങ്കിലും ഇടുക. ഇപ്പോൾ പർച്ചേസ് പ്രൈസ് ആക്യുറേറ്റ് പ്രൈസ് ഇടുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ഇടുക. റീറ്റെയിൽ പ്രൈസ്, അതായത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. ഇവിടെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്ര % ഡിസ്കൗണ്ട് വേണം. CGST SGST എല്ലാത്തിനും 6 12% ഇട്ടിരിക്കുന്നത്. നമുക്ക് 18% ആക്കണമെങ്കിൽ 9 18% ആക്കാം. സെസ് ഉണ്ടെങ്കിൽ അതിടുക. ഹോൾസെയിൽ പ്രൈസ് ഉണ്ടെങ്കിൽ അതിടുക. ഇത് ഏത് യൂണിറ്റിലാണെന്നുള്ളത് അതിടുക. KG ഗ്രാംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുക. അതിനുശേഷം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കൺവേർഷൻ വാല്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ബാഗിൽ, അതായത് ഒരു ബോക്സിലൊക്കെ വാങ്ങിച്ചിട്ട് പീസസ് ആയിട്ട് വിൽക്കുന്നില്ല. അതായത് ഒരു ബോക്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉജാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ സോപ്പൊക്കെ വാങ്ങിച്ച് ഒരു ബോക്സ് ആയിട്ട് വാങ്ങിക്കുക. ഒരു ബോക്സിനകത്ത് ചിലപ്പോൾ 24 പീസ് കാണും. അപ്പോൾ ഓരോന്ന് ഒരു പീസായിട്ട് വിൽക്കുമ്പോൾ ആ ഒരു പീസിൻ്റെ പ്രൈസ്, അങ്ങനെയുള്ള യൂണിറ്റ് കൺവേർഷൻ ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിട്ടിരിക്കുന്നത്. അത് നമ്മൾ ബൈ ഡിഫോൾട്ട് 1 ഇട്ടാൽ മതി. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന അതേപോലെ തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ബോക്സിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിനകത്ത് എത്ര പീസ് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇട്ടാൽ മതി. മിനിമം സ്റ്റോക്ക് അലേർട്ട് ഓപ്ഷൻ, ഇതിപ്പോൾ ഞാൻ എല്ലാത്തിനും 1 ഇട്ടിരിക്കുന്നത്. നമുക്കിപ്പം പല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒരു 200 പീസ് അല്ലെങ്കിൽ 300 പീസ് നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് വിറ്റ് വരാൻ നേരത്ത് ചിലപ്പോൾ ഒരു 5 പീസ് ആകുമ്പോൾ നമുക്കൊരു അലേർട്ട് തരണം. അപ്പോൾ ഇവിടെ നമ്മൾ 5 ഇടണം. ഉണ്ടോ? ഇവിടെ നമ്മൾ 5 ഇട്ട് കഴിഞ്ഞാൽ ഈ 5 പീസ് ആകുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും ഈ പ്രൊഡക്റ്റ് സ്റ്റോക്ക് തീരാൻ പോകാന്നുള്ള കാര്യം. പിന്നെ നമുക്കിതിൽ MRP ഇവിടെ ഇടാം. പിന്നെ ഓപ്പണിംഗ് സ്റ്റാർട്ടിങ്ങിൽ എത്ര പീസ് ഉണ്ട്. ഞാനിപ്പോൾ എല്ലാത്തിനും 100 ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരിക്കലും 100 ശരിക്കും തന്നെ. ചിലപ്പോൾ ചിലത് 1000 പീസ് കാണും, ചിലത് 30 പീസ് കാണും, ചിലപ്പോൾ 10 പീസ് കാണും, ചിലപ്പോൾ 8 പീസ് കാണും. എത്രയാണെന്ന് വെച്ചാൽ ആക്യുറേറ്റ് ഇവിടെ ഇടുക. പിന്നെ നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനും ബാർകോഡ് നമുക്കിപ്പോൾ ഇതിനകത്താകുമ്പോൾ 1001 അല്ലെങ്കിൽ 5001 5002 അങ്ങനെ കണ്ടിന്യൂസ് ബാർകോഡ് ഇട്ട് പോകാം. അഥവാ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾക്ക് ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനൊക്കെ ഇവിടെ ബാർകോഡ് ഉണ്ടോ, ഈ ബാർകോഡ് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബാർകോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ബാർകോഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഗൺ എടുത്ത് സ്കാൻ ചെയ്ത് ആ നമ്പർ അവിടെ പോയി സേവ് ആകും. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വളരെ താഴത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ നിന്ന് മാറ്റി കളഞ്ഞത്. എനിക്കുണ്ട് ഇതായിരിക്കും. ഇതിലേതൊരു പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി ഇവിടെ ചന്ദ്രിക സോപ്പ് ഉണ്ട്, ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, 0020 ചന്ദ്രിക സോപ്പ്. അത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്തേക്കാം ഇവിടെ. സോറി, ഇതല്ല, നമ്മൾ ഇത് ആഡ് ചെയ്തു കേട്ടോ. ചന്ദ്രിക സോപ്പിൻ്റെ ബാർകോഡ് നമ്പർ 20 ലാസ്റ്റ്. യെസ്, കറക്റ്റ്. അപ്പം നമ്മളിതിങ്ങനെ ആഡ് ചെയ്തു. നമ്മളിതിങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നമ്മളിതിങ്ങനെ സ്ക്രോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരിക്കലും ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് വിടരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ അൺനെസസറി ആയിട്ടൊന്നും ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കരുത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തേക്കുക. അൺനെസസറി ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. കണ്ടോ, ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വേണ്ടാത്തൊക്കെ നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടത് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഫയൽ. ഇതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് എക്സലിലേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്ത് കിട്ടാം.
സോഫ്റ്റ്വെയറിനകത്ത് കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് റെക്കോർഡ്സിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഒന്ന് നോക്കിക്കളയാം. സ്റ്റോക്ക് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മൾ ഈ ഓൾ പ്രൊഡക്ട്സ് ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് 3 പ്രൊഡക്ട്സുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കാണാൻ സാധിക്കും, അവൈലബിൾ ക്വാണ്ടിറ്റി. നമുക്കിതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ട്സിൽ പോവുക. പ്രൊഡക്ട്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. കണ്ടില്ലേ, പ്രൊഡക്റ്റ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. നേരത്തെ ഇതുപോലെ വരും. എല്ലാ പ്രൊഡക്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തേക്ക് ഇത് സേവ് ആകും. ഡ്യൂപ്ലിക്കേറ്റ് ബാർകോഡ് നമ്പർ 1007 എന്ന് പറഞ്ഞൊരു ബാർകോഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് കളയാതെ. 1007 ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് ഡ്യൂപ്ലിക്കേറ്റ്? നമ്മൾ ഒരിക്കലും ബാർകോഡ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പാടില്ല. കണ്ടോ, 1007 ഞാൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബാർകോഡ് മാറ്റിക്കളയാൻ. 5006, 5007 റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ബാർകോഡ് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്തു. ആ ഇഷ്യൂ ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ അഗൈൻ ഓപ്പൺ ചെയ്തു. നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്റ്റിൽ പോവുക. ആ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ട് എക്സൽ വീണ്ടും കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഫോർമാറ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സേവ് ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കും നോക്കാം. സേവ് ബട്ടൺ കൊടുത്തു. ഈ 20 എന്ന് പറഞ്ഞ ബാർകോഡ് നമ്മൾ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് നോക്കിക്കളയാം. ഏറ്റവും അവസാനം നമ്മൾ ചന്ദ്രിക സോപ്പിൻ്റെ ബാർകോഡ് ഇവിടെ 2 പ്രാവശ്യം ആഡായിട്ടുണ്ട്. 20. അത് ഞാൻ ഫിക്സ് ചെയ്തു, റീപ്ലേസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രിക സോപ്പ് ഓൾറെഡി ഞാൻ ഈ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് സെയിം പ്രൊഡക്റ്റ് ബാർകോഡ് എടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും ബാർകോഡ് ഇട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ട്സിൽ വീണ്ടും ചെല്ലുന്നു. പ്രൊഡക്ട്സിൽ പോകുന്നു. നമ്മളിപ്പോൾ ഇമ്പോർട്ട് എക്സൽ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഫോർമാറ്റ് ഓപ്പൺ. കണ്ടില്ലേ, ഇനി നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. സക്സസ്ഫുള്ളി സേവ്ഡായി. കണ്ടോ, ഈ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തേക്ക് സേവ് ആയി. എത്ര നിസ്സാരമായിട്ട് നമുക്ക് കാര്യം നടത്തുന്നു നോക്കിയേ. ഇത് നമുക്ക് റെക്കോർഡ്സിൽ പോകാം. സ്റ്റോക്ക് ഇൻ ഹാൻഡിലൊന്ന് പോയി കളയാം. ഷോ ഓൾ ദ പ്രൊഡക്ട്സ് കൊടുക്കുക. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സുകളും ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് സേവ് ആയി, ഇൻക്ലൂഡിങ് അതിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ. കണ്ടില്ലേ, നമുക്ക് ഇനി ഈ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളൊന്ന് സെയിൽ ചെയ്ത് നോക്കിക്കളയാം. നമുക്കിവിടെ സെയിൽ പാനലിൽ പോവുക. നമുക്കിവിടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാം. കണ്ടില്ലേ, സോറി താഴ്പ്പി. അങ്ങനെ നമ്മളിപ്പോൾ 2 പ്രോഡക്റ്റ് സ്കാൻ ചെയ്തു. ചന്ദ്രിക സോപ്പ്, വിവൽ സോപ്പ്, അങ്ങനെയുള്ള ഏത് പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് സെയിൽ ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്യാഷ്, കണ്ടില്ലേ, നമുക്ക് ബില്ല് വന്നു. നമ്മൾ ഒരു പ്രോഡക്റ്റിന് മാത്രം അതർ ലാംഗ്വേജ് ആഡ് ചെയ്തിട്ടില്ല. ഞാനത് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ പ്രിൻ്റ് പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് പ്രിവ്യൂ, വിവൽ സോപ്പ്, ചന്ദ്രിക സോപ്പ്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എക്സൽ ഷീറ്റ് വഴി ആഡ് ചെയ്തിട്ട് നമുക്കവന് ഇത്രയോ അധികം പ്രൊഡക്റ്റ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട പർച്ചേസ് എൻട്രി എങ്ങനെയാണ്, പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.